ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇന്നുള്ളത് വയനാടാണ്. വയനാട് വൈത്തിരി നമ്മളൊരു റിസോർട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു സ്റ്റേക്കേഷന് വേണ്ടി എത്തിയതാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, ഫ്രണ്ട്സും ഉണ്ട്, ഒക്കെയുണ്ട്. ഞങ്ങളെല്ലാവരും പാടെ ഒന്ന് വൈബാക്കാൻ വേണ്ടിയിട്ട് എത്തിയതാണ്. അവിടെ നമ്മൾ 2 ദിവസം മുമ്പ് തന്നെ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പോരുന്നത് ശനിയാഴ്ച വൈകുന്നേരമാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ ഏകദേശം രാത്രി 9-9:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് പ്ലാനിങ്, അവിടെ എത്തിയിട്ട് കുറച്ച് പ്ലാനിങ് ഒക്കെ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓരോന്ന് സെറ്റാക്കി എടുത്തപ്പോഴത്തേന് ടൈം എന്തായാലും അവിടെ എത്തിയപ്പോൾ ഇത്രയായി. നമ്മൾ റിസോർട്ടിൽ കയറി. ഇത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ വൈബും അവിടെ ഉണ്ട്, പക്ഷേ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എമൗണ്ടും ഇല്ല. ഏകദേശം വളരെ കുറവാണ്. നോർമലി നമ്മളൊക്കെ എടുക്കുന്ന റിസോർട്ടുകളെ അനുബന്ധിച്ച് നോക്കുമ്പോൾ അത് എമൗണ്ട് വളരെ കുറവാണ്. എന്നാൽ സെറ്റാണ് അതിന്. റൂമൊക്കെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിന്. നമുക്കൊരു ദിവസം എന്തായാലും സെറ്റായിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു, എനിക്ക് റിസോർട്ട് കണ്ടപ്പോൾ നമ്മൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റുന്നൊരു റിസോർട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മളെത്തിയപ്പോൾ രാത്രി 9:45. പൂൾ ടൈം അവിടെ ഏകദേശം 10 മണിയാണ്. അപ്പോൾ നമുക്ക് രാത്രിയിൽ പൂൾ ഉപയോഗിക്കാൻ എന്തായാലും പറ്റിയില്ല. പിന്നെ അവിടുന്ന് കുറച്ചുകൊണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ക്യാമ്പയിൻ ചെയ്യാനും അതേപോലെ തന്നെ ഫുഡ് ഗ്രില്ല് ചെയ്യാനും ഒക്കെയുള്ളൊരു സെറ്റപ്പ്. ഈ റിസോർട്ടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നല്ലൊരു പുഴയുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നല്ലൊരു രസമുള്ള ആംബിയൻസ് അവിടെ ഉള്ളത്. ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നൈറ്റിൽ വേറൊരു വൈബ് തന്നെ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇത് ഇല്ലാത്തൊരു കാര്യമാണ് കേട്ടോ. അത് നമ്മൾ പെട്ടെന്ന് അന്ന് പ്ലാൻ ചെയ്ത് നമുക്ക് അവിടെ ചെന്നിട്ട് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തിട്ട് കഴിക്കാമെന്നുള്ളൊരു പ്ലാനിങ്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് തന്നെ വഴിത്തിരിയിൽ നിന്ന് ചിക്കനും അതിനുള്ള സാമഗ്രികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അവിടെ റിസോർട്ടിൽ അവിടുത്തെ അവസ്ഥ ഒന്നും നമുക്കറിയില്ലല്ലോ. എന്തായാലും ഞാൻ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതിയിന്. അപ്പോൾ എന്തായാലും അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അതിനെ പറ്റിയ നൈസ് വൈബ് തന്നെയാണ്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, മേടിച്ച ചിക്കനൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ സെറ്റാക്കി എടുത്ത് മസാലയൊക്കെ നമുക്ക് പെട്ടെന്ന് കൂട്ടാൻ പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത്. പക്ഷേ പെട്ടെന്ന് ഉണ്ടാക്കിയതാണെന്നുണ്ടെങ്കിലും സംഭവം നല്ല ടേസ്റ്റും സെറ്റ് ചെയ്യുന്നു. മസാലയൊക്കെ നല്ല രീതിയിൽ അത്യാവശ്യം 2 ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല. പിന്നെ നമ്മൾ മേടിച്ചപ്പോൾ കുറച്ച് തോനെ മേടിച്ച്. എന്നിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കണലാക്കിയെടുക്കാൻ കുറച്ച് പാട് പെട്ടു. എല്ലാവരും മാറി മാറി നിന്ന് ഊതി നോക്കിയിട്ടും അത് എങ്ങനെയായാലും കത്തിക്കുക. അവിടുത്തെ അപ്പത്തൊരു ടൈം പറയണത് ഒരു 10:30-11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നല്ല തണുപ്പുണ്ട്, കോടയുണ്ട്. അതുകൂടെ ഇത് നല്ല വറകും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും കത്തി പിടിക്കുന്നുണ്ടായില്ല. കത്തും അത് കുറച്ച് നേരം കഴിഞ്ഞാൽ കേടും. കണലായി കിട്ടുന്നുണ്ടായില്ല. ഞങ്ങൾ ഒരുപാട് നേരം കഷ്ടപ്പെട്ടിട്ടാണ് ലാസ്റ്റ് അത് കണലായി കിട്ടി. പക്ഷേ കണലായി കിട്ടിയതിന് ശേഷം പെട്ടെന്നായിരുന്നു എല്ലാതും. എന്നാലും അത് അങ്ങനെ ചെയ്യണ ഒരു പ്രൊസീജിയർ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ചും അവിടെ തണുപ്പാണല്ലോ. അപ്പോൾ പിന്നെ കത്തുമ്പോൾ നമുക്കൊരു ചെറിയ ചൂടൊക്കെ ഉണ്ടാകുമ്പോൾ നൈസ് വൈബാണ്. ഞങ്ങൾ ചെറിയൊരു പാട്ടൊക്കെ ഇട്ട് നല്ലൊരു ആംബിയൻസിൽ ആ ഓളത്തിൽ അങ്ങനെ പോയിരുന്നു. നമ്മൾ വർക്കിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളും തിരക്കും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറിയ റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. അതിൽ നമുക്ക് കൂടെയുള്ളത് നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ആൾക്കാരും ആകുമ്പോൾ നൈസ് ആയിക്കറാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഞാനും ഫ്രണ്ട്സും ഒക്കെ പാടായിട്ട്. ഞങ്ങൾ ഇതിന് മുമ്പ് കല്യാണത്തിനും അങ്ങനെയൊക്കെ പോകലുണ്ടായിരുന്നെങ്കിൽ പോലും ഫ്രണ്ട്സും ഞങ്ങളെല്ലാവരും ഒന്നിച്ചൊരു ട്രിപ്പായിട്ട് പോണത് ഫസ്റ്റ് ടൈമാണ്. പക്ഷേ എനിക്കതൊരു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. കാരണം എനിക്കിഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് അത്രയും കംഫർട്ടായിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത്രയും കംഫർട്ടായിട്ടുള്ള ആൾക്കാർ കൂടെ ആകുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു ഫ്രീഡം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ട്രിപ്പ് എങ്ങനെ ആലോചിച്ച് നോക്കിയാലും എനിക്ക് നൈസ് വൈബേന്. ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ഞങ്ങൾ റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വന്നപ്പോഴത്തേക്കും ഒറ്റയ്ക്ക് നിന്ന് അവിടെ കണലൊക്കെ സെറ്റാക്കി ചിക്കൻ ഗ്രില്ല് ചെയ്യൽ തുടങ്ങിയത്. ഞാൻ റൂമിൽ പോയിട്ടോ തിരിച്ച് വന്നപ്പോൾ ചിക്കൻ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ വെന്ത് വരുന്ന സ്മെല്ലും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം സക്സസ് ആയിക്കാണല്ലോ. നമ്മൾ ഇത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. എന്നിട്ട് അവിടെ ഇരുന്ന് ആ ഫുഡ് കഴിച്ചപ്പോൾ ഉണ്ടായൊരു വൈബ് ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചില കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്കത് ചിലപ്പോൾ നൈസായിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷേ നമ്മളിത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് അത് അടിപൊളിയാകുമ്പോൾ ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യുമല്ലോ. പിന്നെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നല്ല പാട്ടൊക്കെ ഇട്ട് നൈസ് വൈബിൽ 4 സ്റ്റെപ്പ് കളിച്ച് അങ്ങനെ രാത്രി കിടന്നുറങ്ങി. പിന്നെ ഞാൻ ഏകദേശം ഒരു 7-7:30 ആയപ്പോഴാണ് എണീക്കുന്നത് കേട്ടോ. അപ്പോൾ എണീറ്റിട്ട് ഞാൻ ജസ്റ്റ് റൂമിൻ്റെ പുറത്തോട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്ന ഒരു വ്യൂ ഇതാണ്. കോടയൊക്കെ എനിക്ക് തോന്നുന്നു ഇതിലേറെ കുറച്ചുകൂടി നേരത്തെ എണീറ്റിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഭംഗിയുണ്ടായിരുന്നു. ഞാൻ എണീറ്റപ്പോഴത്തേക്കും ഇത്രയായി ടൈം. ഇപ്പോഴത്തെ വയനാട്ടിൽ കറണ്ട് സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല കോടയും മഞ്ഞും തണുപ്പൊക്കെ ആയിട്ട് നൈസ് വൈബ്. പകലായി കഴിഞ്ഞാൽ അത്രയ്ക്ക് തണുപ്പൊന്നുമില്ല, നല്ല ചൂടാണ്. പക്ഷേ രാത്രി നൈറ്റ് വൈബ് വയനാട്ടിൽ
റിസോർട്ടിൽ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റാണ്. പിന്നെ നമുക്ക് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ 10 മണിൻ്റെ മുമ്പ് തന്നെ താഴെത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും നീറ്റ് സെറ്റാക്കി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഒറ്റ ഐറ്റം തന്നെ ഉണ്ടായിരുന്നു. പുട്ടും കടലക്കറി ഉണ്ടായിരുന്നത്. എന്നാലും ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ നമ്മൾ രാത്രിയിൽ ഗ്രില്ല് ചെയ്ത ചിക്കൻ ഒരുപാട് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അത് കേടൊന്നും വന്നിട്ടുണ്ടായില്ല. അപ്പോൾ അതും കഴിച്ചു. അത് ഞങ്ങൾ മാത്രമല്ല കഴിച്ചത്, പിന്നെ അവിടെ വേറെയും റിസോർട്ടിൽ വേറെയും കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നമ്മളത് അവിടെ തന്നെ കൊണ്ടുപോയി വെച്ചിന്. വേണ്ടവർക്കൊക്കെ എടുത്തിട്ട് കഴിക്കാമല്ലോ വിചാരിച്ചിട്ട്. എന്തായാലും സാധനം വേസ്റ്റ് ആയില്ല, എല്ലാവരും കഴിച്ചിട്ടുണ്ടായിന്. ഞാൻ ലാസ്റ്റ് ആ പാത്രം എടുക്കാൻ വന്നപ്പോൾ എല്ലാവരും ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് ഫുഡ് വേസ്റ്റാക്കുക, നമ്മൾ ആവശ്യത്തിലേറെ ക്വാണ്ടിറ്റി മേടിച്ചിന്. നമുക്ക് അത് എത്രത്തോളം കഴിക്കും എന്നുള്ളത് അറിയാത്തതുകൊണ്ട് ഞാൻ അത്രയും ക്വാണ്ടിറ്റി മേടിച്ചിന്. പക്ഷേ പിന്നെ അത് ബാക്കിയാവുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും കഴിച്ച് അത് ഫിനിഷ് ആയപ്പോൾ എനിക്ക് സന്തോഷമായി. പിന്നെ നമ്മൾ വിചാരിച്ചു കുറച്ച് നേരം, ഒരുപാട് വെയിലായി കഴിഞ്ഞാൽ പൂളിൽ ഇറങ്ങിയാൽ ഭയങ്കര സീനാവും വിചാരിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞേക്ക് നമുക്ക് പൂളിലൊന്ന് എൻ്റർടൈൻ ചെയ്യാൻ വിചാരിച്ചു. രാത്രി ഞങ്ങൾ അത് വിചാരിച്ചിന്. രാത്രി ഞങ്ങൾ ടൈം കുറേ വൈകി വന്നതുകൊണ്ട് അത് പറ്റിയില്ല. അപ്പോൾ രാവിലെ എന്തായാലും ഇപ്പോൾ ഫ്രീ ടൈമാണ്. ആ ഭാഗത്തൊന്നും പരിസരത്തൊന്നും വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല, വെള്ളത്തിൽ ചാടി. നല്ല തണുപ്പുണ്ടായിരുന്നു. അന്തരീക്ഷം ചൂടായി വന്നിട്ടുണ്ടായിരുന്നെങ്കിലും വെള്ളത്തിൻ്റെ തണുപ്പിന് ഒട്ടും കുറവുണ്ടായില്ല. കുറേ നേരം മടിച്ചൊക്കെ നിന്നു. പക്ഷേ നമ്മൾ ഇതും കൂടി ആസ്വദിക്കണം വിചാരിച്ചിട്ടാണല്ലോ നമ്മൾ പൂളൊക്കെ ഉള്ള റിസോർട്ട് ബുക്ക് ചെയ്യണത്. പിന്നെ ആദ്യം എല്ലാവരും മടിച്ചെന്നെങ്കിലും ഓരോരുത്തരായി അങ്ങനെ ഇറങ്ങിയപ്പോൾ പിന്നെ സെറ്റായി. ആര്യന് ഭയങ്കര ഇഷ്ടമായിന്. ഈ ട്രിപ്പിൽ ആര്യൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാഹിൽ വന്നിട്ടുണ്ടായില്ല. കാഹിലിൻ്റെ വീട്ടിലായിരുന്നു. ഓനോൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓൻ അവിടെ ഇനി. അപ്പോൾ നമ്മൾ പെട്ടെന്നുണ്ടായ ട്രിപ്പായതുകൊണ്ട് ഞങ്ങൾ മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വെള്ളത്തിൽ ഞങ്ങൾ മാത്രമായിട്ട് കുറേ നേരം എൻജോയ് ചെയ്ത്. ആര്യന് ഭയങ്കര ഇഷ്ടമായപ്പോൾ പിന്നെ കുറച്ച് നേരം അവിടെ തന്നെ നിന്നു. പിന്നെ കുറേ നേരം ആ വെള്ളത്തിൽ നിന്നപ്പോൾ തണുപ്പ് നമുക്കത് ശീലമായി. പിന്നെ നല്ല രസമുണ്ടായിരുന്നു. ആദ്യം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വേണ്ടില്ല എന്ന് തോന്നി. പിന്നെ ആ വെള്ളത്തിൻ്റെ തണുപ്പായിട്ട് നമ്മൾ സെറ്റായപ്പോൾ അത് രസമായിട്ട് പോയി. ലൈഫിൽ കിട്ടുന്ന ചെറിയ ചെറിയ ഹാപ്പി മൊമെൻറ്റ്സ് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുക. ഇതൊക്കെ ലൈഫിൽ പിന്നീട് ആലോചിക്കുമ്പോൾ നമുക്ക് സന്തോഷമായിട്ട് മൈൻഡിൽ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ട്രിപ്പ് ഭയങ്കര സ്പെഷ്യലാണ്. എനിക്ക് എൻ്റെ മനസ്സിലൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ട്രിപ്പ് തന്നെ ആയിരുന്നു. ഇതാണ് ഞാൻ ആ പറഞ്ഞ പുഴ. പക്ഷേ ഇപ്പോൾ ഇത്ര വെള്ളമൊന്നുമില്ല. വെള്ളമുള്ള ടൈമിൽ എനിക്ക് തോന്നുന്നു നല്ല അടിപൊളിയായിരിക്കും. അതാണ് നമ്മൾ നിന്ന റിസോർട്ടിൻ്റെ പേര് കേട്ടോ. അത്രക്ക് ഭയങ്കര വലിയ റിസോർട്ടൊന്നും ഒരുപാട് സ്പേസും കാര്യങ്ങളൊന്നുമുള്ള റിസോർട്ടൊന്നുമല്ല. പക്ഷേ ഉള്ളതെല്ലാം നല്ല ഭംഗിയാണ്. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി വന്ന് ഫോട്ടോഷൂട്ട് അപ്പം നടന്നുകൊണ്ടിരിക്കണം. നമ്മൾ എവിടെ എത്തിക്കഴിഞ്ഞാലും അങ്ങനെയാണല്ലോ. പിന്നെ മാറി മാറി നിന്ന് എല്ലാവരും നല്ല പോസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് ഫോട്ടോ വൈബാണ്. എവിടെ എത്തിക്കഴിഞ്ഞാലും നൈസ് പ്ലേസ് കണ്ടാൽ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ളൊരു വൈബാണ്. അത് ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിൽ പറയണ്ട. ഒരാളൊരു പോസ് എടുത്ത് കഴിഞ്ഞാൽ അത് സെറ്റാണെന്നുണ്ടെങ്കിൽ പിന്നെ ആളെണ്ണ പോസ് എടുത്തിട്ടേ തീർക്കുള്ളൂ. എന്തായാലും ഇങ്ങനെയുള്ള നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്നതിലേറെ ഫ്രണ്ട്സുമായിട്ട് പോകുമ്പോൾ വേറൊരു വൈബാണല്ലോ. അപ്പോൾ എനിക്ക് ഒരേ വൈബ് തന്നെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ആ ഒരു വൈബ് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഗേൾസ് ട്രിപ്പ് മാത്രം പോകാനാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ടൈം രാത്രി ആയപ്പോൾ നമുക്ക് വിചാരിച്ചു ഞങ്ങൾ പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെടും. അപ്പോൾ ഇക്കാൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇക്കും പോകുന്നവരാ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇക്കാനും കൊണ്ട് പോയതുകൊണ്ട് ട്രിപ്പ് നൈസായി, നല്ല വൈബേനി. പിന്നെ നമ്മൾ ഏകദേശം ഒരു 11-12 മണിയൊക്കെ ആയപ്പോൾ വിചാരിച്ചു അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയിട്ട് കാണാം. വയനാട് ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ അവിടുത്തെ സ്പോട്ടുകൾ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഓരോ സ്പോട്ടും ഓരോ മൂലക്കാണ്. അവിടുന്ന് ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് ഒരുപാട് ദൂരം ഉണ്ടാവും. അപ്പോൾ പിന്നെ മാത്രമല്ല അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നടക്കാനും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരുപാട് ചടക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളൊന്നും പോയി കണ്ട അവിടെ അടുത്ത് തന്നെ ആയിരുന്നു പൂക്കോട്ടൂർ തടാകം. അപ്പോൾ അവിടെ പോയിട്ട് അത് കണ്ടിട്ട് വയനാട് എത്തിയിട്ട് ഒന്നും കാണാതെ പോകുമെന്ന് പറയണ്ടല്ലോ. അപ്പോൾ നമുക്ക് ടൈമും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ പോയി. അത് അവിടെ ഏകദേശം നമ്മൾ ഇങ്ങനെ റിസോർട്ടിൻ്റെ അടുത്തുനിന്ന് 3-4 കിലോമീറ്റർ അടുത്തേന്. അതേപോലെ തന്നെ പോണ വഴിക്ക് നല്ലൊരു തേയിലത്തോട്ടവും അതേപോലെ തന്നെ കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്പോട്ട് ഉണ്ടായിന്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്കങ്ങനെ ആൾക്കാർക്കും അങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും കണ്ടു എന്നല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. അവിടെ കുറേ ആൾക്കാർ നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടം, ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിന്. ഞങ്ങളും ഇതേപോലെ ഒരു നല്ല സ്പോട്ട് കണ്ടപ്പോൾ ഞങ്ങളും നിർത്തി സൈഡാക്കിയിട്ട് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. തേയിലത്തോട്ടം കണ്ടു കഴിഞ്ഞാൽ ആർക്കാണെന്നുണ്ടെങ്കിലും ഒന്ന് കയറി നിന്ന് ഫോട്ടോ എടുക്കാൻ തോന്നുമല്ലോ. അതുപോലെ തന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളും ചെറിയ രീതിയിൽ
ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് കുറേ ഉണ്ട്. സിപ്പ് ലൈന്, അതേപോലെ തന്നെ മറ്റേ ട്രാക്ടർ പോലത്തെ വണ്ടിയിട്ടുള്ള അഡ്വഞ്ചറായിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ അതൊക്കൊന്നും മുതിർന്നില്ല. അതൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളൊരു നൈസ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പിന്നെ നമ്മൾ അവിടേക്ക് പൂക്കോട്ടൂർ തടാകം കണ്ടിട്ട് അതിന് ശേഷം ടൈം ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാണണം, അല്ലെങ്കിൽ തിരിച്ച് പോരണം എന്നുള്ളൊരു ഉദ്ദേശം. ഇനി നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേന് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം എല്ലാവർക്കും വർക്കിന് കയറേണ്ടതാണല്ലോ. ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന റിസോർട്ടിൻ്റെ പേര് പറയാൻ മറന്നു. കസാക്കിക്ക് എന്നാണ് നമ്മളെ റിസോർട്ടിൻ്റെ പേര്. അത് എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് വൈത്തിരിയിൽ തന്നെയാണ്. വൈത്തിരിയിൽ നിന്ന് അങ്ങനെ ഒരുപാട് ഉള്ളോട്ട് പോകാനൊന്നുമില്ല. വൈത്തിരിയിൽ ജംഗ്ഷനിൽ നിന്ന് കുറച്ചും മാറിയിട്ടാണ് നമ്മളെ റിസോർട്ട് ഉള്ളത്. ഞാനതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന് ശേഷം ഇവിടെ എത്തിയത് പൂക്കോട്ടൂർ തടാകമാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലോണം നടക്കാനുണ്ട്. ആ തടാകം ചുറ്റും നടക്കാനുണ്ട്. സ്പെഷ്യലായിട്ട് കാണാമെന്ന് പറഞ്ഞാൽ അത് ഒരു പ്രാവശ്യം നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും പോകാനൊന്നും അങ്ങനെ നമുക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് ഭയങ്കര സ്ഥലമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. നമ്മൾ ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ നിന്ന് പോകുന്നതുകൊണ്ട് തന്നെ പിന്നെ ഒന്നിൽ 1-2 ആൾക്കാർ സ്പോട്ട് കണ്ടിട്ടില്ല പറഞ്ഞപ്പോൾ പിന്നെ അടുത്തു ആയതുകൊണ്ടാണ് നമ്മളവിടെ പോയത്. എന്നാലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ അവിടെ ബോട്ടിങ്ങും അതും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ബോട്ടിങ്ങൊക്കെ നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും അവിടെ പോയാൽ മതി, സെറ്റാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അതിനെ കൂടെ ഒക്കെ പാര നടന്ന് ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ല റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു. ഫുഡും തിരക്കേടില്ലായിരുന്നു. ബിരിയാണി എനിക്ക് കുറച്ച് എരിവ് കൂടുതലുള്ള മാതിരി ഫീൽ ചെയ്തു, പക്ഷെ എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബിരിയാണി മന്തി റൈസുമാണ് ഓർഡർ ചെയ്തത്. ഞാൻ ബിരിയാണിയാണ് കഴിച്ചത്. മന്തിയും കുഴപ്പമില്ലായിരുന്നു. മന്തി റൈസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബിരിയാണി ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് എരിവ് കൂടുതലായതുകൊണ്ട് അത്ര കണ്ട് പിടിച്ചില്ല. എന്നാലും വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് നടന്നൊക്കെ ക്ഷീണിച്ച് വന്നതല്ലേ, അതുകൊണ്ട് നല്ലോണം ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ വയനാട് അങ്ങനെ ഒരുപാട് നേരമൊന്നും മുട്ടിത്തിരിഞ്ഞ് നിന്നില്ല. പിന്നെ വയനാട് അത്യാവശ്യം തിരക്കുണ്ട്. ഇപ്പോൾ ഈ സീസൺ ആയതുകൊണ്ട് തന്നെ വയനാട് ചുരത്തിലും ഒക്കെ ആണെന്നുണ്ടെങ്കിലും ബ്ലോക്കും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടായിന്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചൊരു 3 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ പോന്നു. പിന്നെ നമ്മൾ കോഴിക്കോട് എത്താനായി കഴിഞ്ഞപ്പോഴാണ് വയനാട്ടിലേറെ തിരക്കേനു കോഴിക്കോട് നമ്മൾ ബീച്ചിക്ക് അവിടെ എത്തുന്നുണ്ടായില്ല. ഭയങ്കര ബ്ലോക്ക് പറഞ്ഞാൽ നമ്മൾ ഓരോ അരമണിക്കൂറിലേറെ കോഴിക്കോട് എത്തിയതിന് ശേഷം ബ്ലോക്കിൽ പെട്ട് നിന്ന്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ബീച്ചിലെത്തി കഴിഞ്ഞപ്പോഴാണ് കോമഡി. ബീച്ചിൽ അതിലേറെ തിരക്ക്. എനിക്ക് തോന്നുന്നു ഒരു സമ്മേളനത്തിനൊന്നുമല്ല, കോഴിക്കോടുള്ള ആൾക്കാരും മൊത്തം ആൾക്കാരും അവിടെ ബീച്ചിൽ തന്നെ തോന്നി. അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു. കോഴിക്കോട് ബീച്ച് എനിക്ക് എപ്പോഴും സ്പെഷ്യലായിട്ടുള്ളൊരു സ്പോട്ടാണ്. നമുക്കിപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എങ്ങടെയും പോകാമെന്ന് തോന്നുമ്പോൾ ഫസ്റ്റ് പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റുന്ന സ്പോട്ടിൽ എനിക്ക് പോകാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്പോട്ടാണ്. അവിടെ പോയി ആ ബീച്ചിലിരുന്ന് ഐശ്വര്യത്തെയൊക്കെ കഴിച്ച് ഇങ്ങനെ വൈബാക്കി ബീച്ചിൽ നോക്കിയിരിക്കണ ഒരു രസം എനിക്ക് വേറെ എവിടെ പോയാലും ഫീൽ ചെയ്യില്ല. എനിക്ക് എപ്പോഴാണെങ്കിലും അത് ചെറുപ്പം തൊട്ടേ ഉള്ളൊരു ഇഷ്ടമാണ്. കോഴിക്കോട് ബീച്ചിൽ പോകാൻ അറിയുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമുക്കൊന്ന് ജസ്റ്റ് ചില്ലാവാൻ എങ്ങടെയും പോകാൻ തോന്നുമ്പോൾ എനിക്ക് പോകാൻ ഇഷ്ടമുള്ളൊരു സ്പോട്ടാണത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര റഷ്യാണ്. പക്ഷെ എന്നാലും തിരക്കുണ്ടെങ്കിലും എല്ലാവരുടെ കാര്യങ്ങളുമായിട്ട് അങ്ങനെ അതും ഒരു രസം. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉപ്പിലിട്ടതും കാടമുട്ടയും അതേപോലെ തന്നെ അവിടുത്തെ കോളിഫ്ലവറും കല്ലുമ്മക്കായും ഐശ്വര്യതയും ഒക്കെ കഴിക്കാൻ ഇഷ്ടം. ഇതൊക്കെ കഴിക്കാനാണല്ലോ ശരിക്കും നമ്മൾ കോഴിക്കോട് ബീച്ചിൽ പോണത്. അപ്പം എല്ലാതും ആവശ്യത്തിന് മേടിച്ചിട്ട് കഴിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നത്.
ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ഐറ്റംസ് ഞാൻ ഇപ്പം കുറച്ചായി കോഴിക്കോട് ബീച്ചിൽ പോയിട്ട് ഒരുപാട് ഐറ്റംസ് പുതിയത് അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ആവശ്യത്തിലേറെ ഐറ്റംസൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് അങ്ങനെ കോഴിക്കോട് ബീച്ചിനോട് ഇവിടെ പറഞ്ഞ് നമ്മളെല്ലാം അവിടെ നിന്ന് പോരുക ഉണ്ടായത്. ആ ഇസരത്ത് എനിക്കതെന്തോ ഒരു വികാരമാണ്. അത് ശരിക്കും ഞാനത് കഴിക്കാനായിട്ടാണ് കോഴിക്കോട് ബീച്ചിൽ പോകണമെന്ന് തോന്നുന്നത്. എനിക്ക് അതിൻ്റെ എരിവും മധുരമൊക്കെ ഉണ്ടല്ലോ, മധുരമാണ് എനിക്ക് ഫേവറേറ്റ്. അതിപ്പോൾ ഇത്ര ടേസ്റ്റ് പറയാനൊന്നുമില്ല, പക്ഷെ അത് അവിടെ പോയിട്ട് അതിപ്പോൾ ഇനിയിപ്പോൾ വേറെ എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ ചിലപ്പോൾ എനിക്ക് ഇത്ര കഴിക്കാനൊരു ഇഷ്ടം ഉണ്ടാവില്ല. അവിടെ നിന്ന് കിട്ടണമുണ്ട്. അതേപോലെ തന്നെ അവിടെ നിന്ന് പൈനാപ്പിളും പീസും ഈ 2 ഐറ്റമാണ് എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ട്. പിന്നെ ഇത് കാടമുട്ടയും അതേപോലെ തന്നെ കല്ലുമ്മക്കായൊക്കെ എനിക്കൊരു അത്രയ്ക്ക് ഇഷ്ടമൊന്നുമില്ല. അവിടെ പോയാൽ കഴിക്കുന്നുള്ളൂ. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ പെരിന്തൽമണ്ണ എത്തി. ഒരുവിധം ഞങ്ങളെല്ലാ ട്രിപ്പും ലാസ്റ്റ് വന്ന് അവസാനിക്കൽ എനിക്ക് തോന്നുന്നു ടിയാനിറ്റിയിലാണ്. നമ്മൾ രാത്രി ആയപ്പോൾ ഏകദേശം ഒരു 10-11 മണിയായിരുന്നു. ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല. പിന്നെ ടിയാനിറ്റിയിൽ വന്നിട്ട് അവിടെ നല്ലൊരു ഷവർമയും കഴിച്ചിട്ടാണ് തിരിച്ച് വീട്ടിൽ പോയത്. അപ്പോൾ നമ്മൾ വയനാട് ട്രിപ്പ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.